ഇതുപോലെ ഒരു പ്രവാഹമായിട്ട് ഇതിനെ കണക്കാക്കും. IRDP, DWCRA, സിഡ്ര ഇങ്ങനെയുള്ള പദ്ധതികൾ എന്തായി മാറുന്നു? SGSY 1999 മാറുന്നു. അതിപ്പോൾ NRLM. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ഇവരെല്ലാം ഔദ്യോഗിക അംഗങ്ങളല്ലേ? കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും പിന്നെ എന്താണ്? ഔദ്യോഗിക അംഗങ്ങളാണ്. ഇതിനെ നമുക്ക് എക്സ് ഒഫീഷ്യോ എന്ന് പറയാം. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ബില്ലെന്നാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ബില്ലെന്നാണ് പറയേണ്ടത്. 1959 ജൂൺ 10 EMS മന്ത്രിസഭയുടെ കാലത്ത് അത് പാസ്സാക്കിയിരുന്നു. പക്ഷേ തൊട്ടടുത്ത അന്ന് തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മന്ത്രിസഭ നിലംപതിച്ചു. സ്റ്റഡി വെബ്സ് ഓഫ്, സ്വയം എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് ശ്രദ്ധിക്കൂ. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. നമ്മുടെ പരീക്ഷകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ഭരണ സംവിധാനത്തെ അവലോകനം ചെയ്യാൻ കഴിയുന്ന 3 പരീക്ഷകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞു പോയ 3 പരീക്ഷകൾ. LDC ട്രിവാൻഡ്രം, അന്ന് അത് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്തിരുന്നു. 7 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 5 ചോദ്യങ്ങൾക്ക് പകരം 7 ചോദ്യങ്ങൾ. അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. LDC ഖാദിയിലേക്ക് വന്നപ്പോൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ മേഖലകൾ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തതാണ്. LDC കൊല്ലം, കണ്ണൂരിലേക്ക് എത്തുമ്പോൾ PSC എന്താണെന്നറിയില്ല. കേരള ഭരണ സംവിധാനത്തെ മറന്നുപോയി. കേരള ഭരണ സംവിധാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിലബസിൽ തന്നിട്ടുള്ള ഒരൊറ്റ ചോദ്യം പോലും അതിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സൂക്ഷ്മദർശിനി വെച്ചൊക്കെ നോക്കിയാൽ സ്വയം എന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി, ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റി, വിദ്യാഭ്യാസ പോർട്ടലിനെ പറ്റി ചോദിച്ചിരുന്നു. അതിനെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് എടുക്കാം. പിന്നെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് മുമ്പ് ചോദിച്ച ഒരു ചോദ്യം ആവർത്തിച്ചു. അതും ദേശീയ വനിതാ കമ്മീഷനാണ്. എങ്കിലും നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം എന്ന് പറയുമ്പോൾ കേരള ഭരണ സംവിധാനത്തെ, ആ സിലബസിനെ പാടെ വിസ്മരിച്ചിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിളിച്ചു ചോദിച്ചു, സാർ ഇത്ര കഷ്ടപ്പെട്ട് കേരള ഭരണ സംവിധാനം പഠിക്കുമ്പോൾ ഇനിയുള്ള പരീക്ഷകളിലും അത് ചോദിക്കാതിരിക്കുമോ? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത മറുപടി, അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടാം. PSCയുടെ കാര്യം നമുക്കിപ്പോൾ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നാണ്. അതിനെ അനർത്ഥമാക്കിക്കൊണ്ട് ലാബ് അറ്റൻഡറിൽ ഇതാ വീണ്ടും 7 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഭൂപരിഷ്കരണത്തിൽ നിന്നൊന്ന്, ക്ഷേമ പദ്ധതികളിൽ നിന്നൊന്ന്, തൊഴിൽ പദ്ധതികളിൽ നിന്ന് 2, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് 1, ജലം, തണ്ണീർത്തടം 2. 7 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. PSC വീണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്നു. അപ്പോൾ ഒരു പരീക്ഷയിൽ ഈ സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്ന് കരുതി ഈ ഒരു ഭാഗത്തെ നിങ്ങൾ വിസ്മരിക്കരുത്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണിത്. തുടർന്നുള്ള പരീക്ഷകളിലും നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഇതുവരെ നടന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരള ഭരണ സംവിധാനത്തിൽ ഇനി നമ്മൾ ഏതൊക്കെ പോയിന്റുകൾ ഓർത്തു വെക്കേണ്ടതുണ്ട്, എന്തൊക്കെ പോയിന്റുകൾ പഠിച്ചാലാണ് നമുക്ക് നേട്ടമുണ്ടാകുക എന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോ ആദ്യാവസാനം കാണുക. ഇതിനോടനുബന്ധമായി 3 വീഡിയോ യൂട്യൂബിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും. അവ കൂടി കാണാൻ ശ്രമിക്കുക. നോക്കൂ, കാലക്രമത്തിൽ എഴുതുക ഒരു ചോദ്യമായിരുന്നു. MGNREGS, JRY, SGRY, IRDP എന്നീ 4 പദ്ധതികൾ തന്നിട്ട്, സ്വയം തൊഴിൽ പദ്ധതികൾ തന്നിട്ട് അവയെ കാലക്രമത്തിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. കാലക്രമത്തോട് PSCക്ക് ഇപ്പോൾ വളരെ ഒരു പ്രിയമുണ്ടെന്ന് നമുക്കറിയാം. ഹിസ്റ്ററിയിലായാലും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഒക്കെ കാലക്രമം അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. ഈ കാലക്രമം പഠിക്കുമ്പോൾ തന്നെ ഈ പദ്ധതികൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എന്നാണത് രൂപം കൊണ്ടത്, എന്താണത്, ഇപ്പോഴതുണ്ടോ എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് അവലോകനം ചെയ്യണ്ടേ? അടുത്ത പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് നോക്കാം. IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, 1978 ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയാണ് IRDP.
ഈ പദ്ധതി ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴില്ല. എന്തുകൊണ്ട്? IRDPയും അതിനോടനുബന്ധമുണ്ടായിരുന്ന കുറേ പദ്ധതികളും, അതിൽ DWCRA ഉണ്ട്, സിഡ്രയുണ്ട്, ട്രൈസമുണ്ട്, മില്യൺ വെൽ സ്കീം എന്ന് പറയുന്ന MWS ഉണ്ട്, ഗംഗാ കല്യാൺ യോജന അല്ലെങ്കിൽ GKY ഉണ്ട്. ഈ പദ്ധതികളൊക്കെ മെർജ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പദ്ധതി 1999 നിലവിൽ വന്നു. ആ പദ്ധതിയാണ് SGSY. ഇപ്പോൾ നമ്മളുണ്ട് IRDPയുടെ തീയതിയാണ് ചോദിച്ചതെങ്കിൽ ഇനി ഒരു പക്ഷേ SGSY വരാം. SGSY ഏതു പദ്ധതികളെ ലയിപ്പിച്ചുകൊണ്ടാണ് ഉണ്ടായതെന്ന് ചോദിക്കാം. ഉണ്ടായത് 1999 പറയുമ്പോൾ തന്നെ SGSY എന്ന പദ്ധതി ഉണ്ടായത് IRDPയും DWCRAയും ട്രിസവും TRYSM ട്രിസമും അതുപോലെ തന്നെ ഗംഗാ കല്യാൺ യോജനയും MWSും ഒക്കെ ലയിപ്പിച്ചാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ പദ്ധതി എപ്പോഴിപ്പോഴില്ല. പക്ഷെ ഈ പദ്ധതി ഉണ്ടോ? ഈ പദ്ധതിയുമില്ല. ഈ പദ്ധതിയാണ് നിലവിൽ NRLM എന്ന പേരിൽ 2011 മുതൽ പ്രവർത്തിക്കുന്നത്. 1999 ആരംഭിച്ച SGSY പദ്ധതിയെ പുനരാവിഷ്കരിച്ചുകൊണ്ടുണ്ടാക്കിയ പദ്ധതിയാണ് NRLM. NRLM വന്നിരിക്കുന്നത് 2011 നോക്കൂ, നമ്മൾ ഒരു പുഴ മറ്റൊരു പുഴയിലേക്ക് ചേരുന്നു, അതിങ്ങനെ വരുന്നു, അതൊരു നദിയാകുന്നു. ഇതുപോലെ ഒരു പ്രവാഹമായിട്ട് ഇതിനെ കണക്കാക്കും. IRDP, DWCRA, സിഡ്ര ഇങ്ങനെയുള്ള പദ്ധതികൾ എന്തായി മാറുന്നു? SGSY 1999 മാറുന്നു. അതിപ്പോൾ NRLM എന്നായി മാറുന്നു 2011. ഇതിൻ്റെ പരിഷ്കരിച്ച പേര് DNRLM എന്നാണ്. DNRLM, ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ആ ഒരു സ്റ്റെപ്പ് ഇതുപോലെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇവിടെ തന്നെ 1999 SGSY തുടങ്ങിയെങ്കിലും അതിന് മുൻപ് തന്നെ ഒരു പദ്ധതി, അതായത് IRDP പോലുള്ള പദ്ധതികൾ ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. നാഗരിക ജനതയ്ക്ക് വേണ്ടിയുള്ളൊരു പദ്ധതി SJSRY എന്ന രീതിയിൽ 1997 തുടങ്ങിയിരുന്നു. അതെന്തായിരുന്നു? SGSY സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയാണെങ്കിൽ SJSRY എന്ന് പറയുന്നത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. ഷഹാരി റോസ്ഗാർ യോജന നാഗരിക ജനങ്ങൾക്കുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് 1997 തുടങ്ങിയതാണ്. ഇതിപ്പോൾ NULM എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. NULM എന്ന പേരിൽ 2013 ഇതിനെ പുനരാവിഷ്കരിച്ച് കണ്ടു. അപ്പോൾ ഇതിന് നമ്മൾ പുഴകൾ, ഒരു നദി ഇങ്ങനെ വരുന്നു, ഇപ്പോഴത് എന്തായിട്ട് ഒഴുകുന്നു എന്ന കാര്യം പിടികിട്ടിയില്ലേ? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഡേറ്റുകൾ, ഈ പദ്ധതികളെ മനസ്സിലാവിഷ്കരിക്കുക. അടുത്തത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ച JRY ആണ്. JRY 1989 സ്ഥാപിതമായത്. JRY ഇപ്പോഴുണ്ടോ? ഇല്ല. JRYയുടെ മുൻഗാമികൾ ആരൊക്കെയാണ്? NREP, RLEGP. NREP, RLEGP എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 1989 JRY വരുന്നു. ഈ JRY 1999 ആകുമ്പോൾ എന്തായി മാറുകയാണ്? JGSY എന്ന പദ്ധതിയായി മാറുകയാണ്. JGSY എന്ന പദ്ധതിയായി മാറുകയാണ് 1999. ഈ JGSY എന്ന പദ്ധതി ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ 1999 JGSY വരുന്നത്. ആ പദ്ധതി ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എന്തുകൊണ്ട്? അന്ന് നിലവിലുണ്ടായിരുന്ന EAS എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീമും ഈ JGSYയും ചേർന്നുകൊണ്ട് ഒരു പുതിയ പദ്ധതി 2001 മുതൽ ആരംഭിച്ചിരിക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് SGRY അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടല്ലോ. അവയുടെ ഡേറ്റുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, ഇത് അറിയാത്തവരാരുമില്ല, 2006 ഫെബ്രുവരി 2 ആരംഭിച്ച മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ പറ്റി അറിയാത്തവരാരുമില്ല. അത് ആരംഭിച്ചത് 2006 ഫെബ്രുവരി 2 എല്ലാവരും അറിയുന്നു. ഈ പദ്ധതി ലയിപ്പിച്ച 2 പദ്ധതികളുണ്ട്, അതുകൂടി ഒന്ന് ഓർക്കണം. SGRYയും അതുപോലെ തന്നെ NFFWPയും.
ഏതൊക്കെയാണ്? SGRY, നമ്മളിവിടെ കണ്ട SGRY എന്ന് പറഞ്ഞാൽ SGRY ഇപ്പോഴില്ല. 2001 ആരംഭിച്ച SGRY, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, ഇപ്പോഴില്ല. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന NFFWPയും എന്തിൽ ലയിപ്പിച്ചിരിക്കുന്നു? 2006 ഫെബ്രുവരി 2 നിലവിൽ വന്ന MGNREGS ലയിപ്പിച്ചിരിക്കുന്നു. ഇത് വന്നത് എങ്ങനെയാണെന്നറിയാൻ 2005 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അനുസരിച്ചാണ് ഇത് നിലവിൽ വന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും സ്റ്റെപ്പുകൾ പിടികിട്ടിയല്ലോ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാലേ ഇത് മനസ്സിലിരിക്കൂ. കാരണം ഇത് മനുഷ്യന് വട്ടുപിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇനി അടുത്തത് PMRY ആണെന്നേ. PMRY 1993 സ്ഥാപിതമായത്. PMRY 1993. അപ്പോഴിതാ 1995 തന്നെ ഉള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു, REGP. ഈ രണ്ട് പദ്ധതികളെ ലയിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള പദ്ധതിയാണ് PMEGP. അത് 2008 ഓഗസ്റ്റ് മുതലാണ് ആരംഭിച്ചത്. ഇവിടെ കാലഗണന, ഈ പദ്ധതികൾ എങ്ങനെ, ഇപ്പോൾ നിലവിലുള്ള പദ്ധതികൾ ഏത്? ഇപ്പോൾ നിലവിലുള്ള പദ്ധതികൾ ഞാൻ ഈ ചുവപ്പക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നവ മാത്രമാണ് കേട്ടോ. മറ്റു പദ്ധതികളൊക്കെ കാലഹരണപ്പെട്ടു. എങ്കിലും PSC അവ എന്നാണ് ഉണ്ടായത്, അവയുടെ ഡേറ്റ് അല്ലെങ്കിൽ അവയെ കാലക്രമത്തിൽ അടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ പോയിന്റ് ഇതുപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അവിടെ ഒരു കറക്കിക്കുത്തുമില്ലാതെ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പോൾ ഇവിടെ ഉത്തരം വ്യക്തമാണ് കുഞ്ഞുങ്ങളെ. ദേ IRDP 1978 അത് ലോഞ്ച് ചെയ്തത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന 1980. 78 ലോഞ്ച് ചെയ്തു, 80 ഇംപ്ലിമെന്റ് ചെയ്തു. 1999 വരെ ഉണ്ടായിരുന്നു. 1999 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം SGSY ആയി, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന എന്ന പദ്ധതിയായി മാറി, പുനഃസംഘടിപ്പിച്ചു. അത് നമുക്കറിയാം. അപ്പോൾ അത് തന്നെയല്ലേ ആദ്യം വരുന്നത്. അപ്പോൾ 4 ആദ്യം വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ഇനി ഇതിലേത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി. IRDP കഴിഞ്ഞ് പിന്നെ ഏതാടാ വരുന്നത്? ദേ JRY ഏതാണ്? 2, 4, 2. അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇതും ക്യാൻസലായി പോയി. 4, 2, 3, 1 കണ്ടോ. അവിടെ നമുക്കറിയാം 1978 ലോഞ്ച് ചെയ്ത IRDP ആദ്യം വന്നു. 1989 ലോഞ്ച് ചെയ്ത 1989 ഏപ്രിൽ 1 ലോഞ്ച് ചെയ്ത JRY രണ്ടാമത് വരുന്നു. 2. പിന്നെ വരുന്നത് എന്താണ്? SGRY ആണ്. 2001 സെപ്റ്റംബർ 25 നിലവിൽ വന്നത്. ഏറ്റവും അവസാനം MGNREGS. ഉത്തരം എല്ലാവർക്കും വ്യക്തമായിട്ട് എഴുതാം, അറിയാൻ കഴിയും. 1, 2 ഡേറ്റുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇത് മൊത്തം അറിഞ്ഞുകൊണ്ട് ഇതിന് ആൻസർ ചെയ്യണമെന്നുമില്ല. പക്ഷേ ഞാൻ തന്ന നേരത്തെ പറഞ്ഞ ആ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇനി ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കാം. പലരും ഈ ക്വസ്റ്റ്യൻ കണ്ടങ്ങ് സംതൃപ്തരാകാം, ഇതിൻ്റെ ആൻസർ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പഠിക്കണമെന്ന് പറഞ്ഞു. അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ദ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരമാണ് ഈ സ്കീം നിലവിൽ വന്നത്. ഈ ആക്ട് പാസ്സാക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. നമുക്കറിയാം SGRYയും NFWPയും ലയിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടായത്. ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ച സംഘടന MKSS ആണെന്ന കാര്യത്തിൽ ആർക്കാ സംശയം? MKSS ആണ്. ഇത് നിയമമായത്, ഇനാക്ട് ചെയ്യപ്പെട്ടത് 2005 സെപ്റ്റംബർ 7 പ്രാബല്യത്തിൽ വന്നത് 2006 ഫെബ്രുവരി 2 ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അവിടെ ശ്രദ്ധിക്കണം, പ്രായപൂർത്തിയായവർ 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്ന ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത്ര വയസ്സിൽ കൂടുതലൊന്നുമില്ല, മുകളിലത്തെ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെന്നോ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെന്നോ വ്യത്യാസമൊന്നുമില്ല. ബില്ലിംഗ് ആയിട്ടുള്ള ആർക്കും ജോബ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 5 വർഷം അതിന് വാലിഡിറ്റി ഉണ്ട്. ജോബ് കാർഡ് എടുക്കുന്ന ആർക്കും ഈ പറഞ്ഞ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് കീഴിലുള്ള നിങ്ങൾക്ക് കൂലി നൽകുന്ന ആ ഒരു പദ്ധതിയിലെ വർക്കുകളിൽ പങ്കെടുക്കാം. അപ്പോഴവിടെ APL BPL വ്യത്യാസമില്ല. പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വേണം, പ്രായപൂർത്തിയാകണം, അത്രയേ ഉള്ളൂ. 18 വയസ്സ് കഴിയുമ്പോൾ പ്രായപൂർത്തിയായി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്ര പ്രായം കവിഞ്ഞു എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, വരുമാന പരിധിയുമില്ല. പിന്നെ നമുക്കറിയാം പ്രായപൂർത്തിയായവർക്ക് 10 ദിവസത്തിൽ കുറയാത്ത 100 ദിവസം 100 ദിവസത്തിൽ കുറയാത്ത
അവിദഗ്ധ തൊഴിൽ നൽകുന്നു. ലിംഗഭേദമില്ല. ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ ഉള്ള വ്യത്യാസം ഇവിടെ ഇല്ല കേട്ടോ. ലിംഗഭേദമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ വർക്കിൽ വ്യാപൃതരാകണമെങ്കിൽ ജോബ് കാർഡ് വേണം. 5 വർഷമാണ് ജോബ് കാർഡിൻ്റെ സാധ്യത. ജോബ് കാർഡ് നൽകുന്നത് പഞ്ചായത്തിൽ നിന്നാണ്, ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. പാലക്കാട്, വയനാട്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും ആദ്യം ഈ പദ്ധതി ആരംഭിച്ച പാലക്കാട്, വയനാട്, അതിനെ പിന്തുടർന്ന് വരുന്ന ജില്ലകൾ കാസർഗോഡ്, ഇടുക്കി. ഇതിനുശേഷം ഇന്ത്യയിൽ ആകമാനം ഈ പദ്ധതി വ്യാപിപ്പിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായത് പാലക്കാട്, വയനാട്, കാടും നാടും, തുടർന്ന് കാസർഗോഡ്, ഇടുക്കി. ഇതുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ നിലവിലെ വേതനം 346 രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നുള്ള വർധനവ് 13 കഴിഞ്ഞ സാമ്പത്തിക വർഷം 333 ഇപ്പോൾ 13 രൂപ കൂടെ കൊടുത്തു. അപ്പോഴെത്രയായി? 346. ഇതുകൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മൾ പരീക്ഷയിലേക്ക് പോകുമ്പോൾ വളരെ ഗൗരവകരമായി പരിഗണിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യമാണ് അവതരിപ്പിക്കുന്നത്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പരീക്ഷാ പേപ്പർ കണ്ടു, അതിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, അതിൻ്റെ കീയും കണ്ടു, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കാതെ, എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈ ചോദ്യം ഇതുപോലെ ചോദിക്കുമോ? ഇല്ല. ടെസ്റ്റ് ചെയ്തായിരിക്കും ചോദിക്കുക. വേറെ പല പോയിന്റുകളായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. എടാ, ഈ നെൽവയലുകൾ എന്ന് പറയുന്നത് നമ്മുടെ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(12) അതിൻ്റെ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്, നിർവചനമുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്: സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ ആയ നിലങ്ങൾ. സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതോ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലുമോ നെൽകൃഷി ചെയ്യുന്നതോ ആയ നിലങ്ങൾ. എന്നാൽ അത് മാത്രമാണോ? അല്ല. അതുകൂടാതെ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നതുമായ നിലങ്ങൾ. അപ്പൊ അതും നെൽവയലിൽ വരും. ഇത് കൂടാതെ നെൽവയലിന്റെ അനുബന്ധ നിർമ്മിതികൾ. എന്താണ് നെൽവയലിനോട് അനുബന്ധമായ നിർമ്മിതികൾ വരിക? ചിറകൾ അല്ലെങ്കിൽ ബണ്ടുകൾ, ജലനിർഗമന ചാലുകൾ അല്ലെങ്കിൽ ഡ്രെയിനേജ്, കുളങ്ങൾ അല്ലെങ്കിൽ പോണ്ടുകൾ, കൈത്തോടുകൾ അല്ലെങ്കിൽ കനാലുകൾ. ഇത്രയും സംഗതികളാണ് നമ്മുടെ നിയമം അനുസരിച്ച് രണ്ടാമത്തെ സെക്ഷൻ 12ാമത്തെ ഉപസെക്ഷൻ പ്രകാരം നെൽവയലുകളിൽ വരിക. ഇതറിയാവുന്ന ഒരാൾക്ക്, ആ നിയമത്തിൽ ഈ ഒരു ഭാഗം അറിയാവുന്ന ഒരാൾക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. ചിലർ കരുതുമ്പോൾ നെൽവയലുകൾ മാത്രമേ ഉള്ളൂ. അല്ല. ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി കൃഷി ചെയ്യാതാണെങ്കിൽ ഒഴിച്ചിട്ടിരിക്കുന്ന നിലങ്ങൾ, അതുകൂടാതെ അതിനനുബന്ധമായി വരുന്ന ചിറകളും ജലനിർഗമന ചാലുകളും കുളങ്ങളും കൈത്തോടുകളും. ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി അതല്ല, ഈ നിയമത്തിൽ തണ്ണീർത്തടം എന്നതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കൂ. അത് 2(18) പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ സെക്ഷൻ 18ാമത്തെ ഉപസെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നേ. കായലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റുപ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പുനിലങ്ങൾ, ഓരുള്ള ചതുപ്പുനിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ എന്നിവ പറയും. അവിടെ ഇതേ സ്ഥലത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: വയലുകളും നദികളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കണം. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നാളെ ഇത് ചോദിക്കാം. അവർ പറയാണ് വയലുകളും നദികളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ഡിഫൈൻ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്: കായലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റുപ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ഓരുള്ള ചതുപ്പ് നിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ, വയലുകളും നദികളും തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇക്കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് നമ്മുടെ ക്വസ്റ്റ്യന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അവിടെ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ വീണ്ടും ഒരു കാര്യം ഉൾപ്പെടുത്തിയെന്നേ. എന്താണത്? പ്രാദേശിക തല നിരീക്ഷണ സമിതി. എടാ, ഈ നെൽവയൽ തണ്ണീർത്തട നിയമം തന്നെ വന്നത് എന്തിനു വേണ്ടിയാണ്? നെൽവയലുകളും കൃഷിഭൂമികളും തണ്ണീർത്തടങ്ങളും നികത്തുന്നു, കൃഷിയില്ലാതാകുന്നു, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നു.
അവിടെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്ന പ്രക്രിയ, അവയുടെ പാർപ്പിടങ്ങൾ ഉണ്ടാക്കുക, വ്യവസായ സമുച്ചയങ്ങൾ ഉണ്ടാക്കുക, ഈ പ്രക്രിയ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായതാണ്. അപ്പോൾ ചിലർക്ക് ഒരു വീട് വെക്കാനായിട്ട് ചിലപ്പോൾ വയൽ നികത്തേണ്ടി വരും, അല്ലെങ്കിൽ അത്യാവശ്യമായ ചില പൊതു ആവശ്യങ്ങൾക്കായിട്ട് വയലുകളോ തണ്ണീർത്തടങ്ങളോ നികത്തേണ്ടി വരും. അവിടെ അനുമതി കൊടുക്കാൻ ആർക്കൊക്കെ അതിൻ്റെ ചില പ്രൊസീജിയേഴ്സ് വെച്ചു. അതിനുവേണ്ടി നമുക്കറിയാം അവിടെ ഒരു പ്രാദേശിക തല, ഈ നിയമപ്രകാരം ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതിയുണ്ട്, ജില്ലാതല സമിതിയുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനതല സമിതിയുണ്ട്. ഇതിന് നമ്മുടെ പ്രാദേശിക തല നിരീക്ഷണ സമിതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുന്നു. ആരാടാ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ? നമ്മുടെ ഗ്രാമപഞ്ചായത്താണെന്നിരിക്കട്ടെ. ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. നിങ്ങൾ മുനിസിപ്പൽ ഏരിയയിലാണെന്നിരിക്കട്ടെ, മുനിസിപ്പൽ ഏരിയയിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്നാണ് നമ്മൾ പറയുക. ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ എങ്ങനെ പറയുക? കോർപ്പറേഷൻ്റെ മേയർ. ഇതാണ് ഈ പറഞ്ഞ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാനായി വരിക. ഇനി അംഗങ്ങൾ ആരൊക്കെയാണ്? അവിടെ കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറുമാണ് ഇതിലെ അംഗങ്ങൾ. കൃഷി ഓഫീസർ ആൻഡ് വില്ലേജ് ഓഫീസർ. ഒരു പഞ്ചായത്തിൽ ഒന്നിലധികം കൃഷി ഓഫീസർമാരുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അതിൽ അംഗങ്ങളായി വരും. മനസ്സിലായില്ലേ? പിന്നെ വില്ലേജ് ഓഫീസർ ഒന്നിലധികം വില്ലേജ് ഓഫീസർ, ഒന്നിലധികം വില്ലേജ് ഓഫീസർമാർ വരും. ഒരാളെ ഉണ്ടെങ്കിൽ ഒരാൾ വരും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ഇവരെല്ലാം ഔദ്യോഗിക അംഗങ്ങളല്ലേ? കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും പിന്നെ എന്താണ്? ഔദ്യോഗിക അംഗങ്ങളാണ്. ഇതിനെ നമുക്ക് എക്സ് ഒഫീഷ്യോ എന്ന് പറയാം. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവയുടെ പ്രസിഡന്റ് ആരാണോ അവർ ഇതിൻ്റെ എന്തായിട്ട് വരുന്നു? പ്രസിഡന്റോ ചെയർപേഴ്സണോ മേയറോ ആരും ആകട്ടെ, അവർ ചെയർമാനായിട്ട് വരുന്നു. ഇനി അനൗദ്യോഗിക അംഗങ്ങളായിട്ട് സ്ഥലത്തെ കൃഷിക്കാരുടെ 3 പ്രതിനിധികളുണ്ടാകും. അപ്പോൾ നമ്മുടെ ഒരു പ്രാദേശിക നിരീക്ഷണ സമിതിയിൽ അനൗദ്യോഗികങ്ങളായി എത്ര പേരെ നിയമിക്കുമെന്ന് ചോദിച്ചാൽ 3 പേരെയാണ് നിയമിക്കുന്നത്. ഇനി പ്രാദേശിക സമിതിയുടെ കൺവീനർ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ കൃഷി ഓഫീസറാണോ അതോ വില്ലേജ് ഓഫീസറാണോ? വില്ലേജ് ഓഫീസർ അല്ലെന്നേ, കൃഷി ഓഫീസറാണ്. ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതി യോഗം ചേരുമ്പോൾ അതിനൊരു കോറം നിശ്ചയിച്ചിട്ടുണ്ട്. 3 ആണ്. 3 പേരെങ്കിലും, 3 അംഗങ്ങളെങ്കിലും ഹാജരാകണം കോറം. ഇനി ഇവർക്ക് നമുക്കിപ്പോൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർപേഴ്സൺ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, കോർപ്പറേഷൻ്റെ മേയർ, ഇവർക്കൊന്നും നമുക്ക് കാലാവധി പറയാൻ പറ്റില്ല. പിന്നെ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ അവർ ട്രാൻസ്ഫർ ആയി പോകും, അതുകൊണ്ട് അവർക്ക് കാലാവധി പറയാൻ പറ്റില്ല. പിന്നെ അനൗദ്യോഗിക അംഗങ്ങൾക്ക് ഒരു കാലാവധി കൊടുത്തിട്ടുണ്ട്, അത് 3 വർഷമാണ് കേട്ടോ. അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാദേശിക തല നിരീക്ഷണ സമിതിയെപ്പറ്റി ഒന്നോർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് ഈ മേഖലകളൊക്കെ കവർ ചെയ്തു വരും. നേരത്തെ ചോദിച്ചതുപോലെ അല്ല, ചിലപ്പോൾ വ്യത്യസ്തമായി വരാം. അപ്പോൾ പ്രാദേശിക തല നിരീക്ഷണ സമിതി കഴിഞ്ഞില്ലേ? ഇനി വരുന്നത് ജില്ലാതല അധികൃത സമിതിയാണ്. ജില്ലാതല അധികൃത സമിതി അത് രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണെന്നേ. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ്. ഇതിൻ്റെ അധ്യക്ഷൻ ആരായി വരുമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ജില്ലാ കളക്ടർക്ക് വരാം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന ഒരു RDO. RDOമാർ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു RDOയെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിക്കും. ഇപ്പോൾ ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണെന്ന് ഓർക്കണം. രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ്, പക്ഷെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ജില്ലാ കളക്ടറാകാം, RDO ആകാം. ഇനി സംസ്ഥാനതല അധികൃത സമിതിയുണ്ട്. അത് ചോദിക്കാം. നമ്മുടെ ഈ നിയമപ്രകാരം 2008 നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം സംസ്ഥാനതല അധികൃത സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് ആരാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ആരാണ് ചെയർമാൻ? കാർഷികോൽപാദന കമ്മീഷണർ ചെയർമാനായി വരും. കാർഷികോൽപാദന കമ്മീഷണറാണ് ചെയർമാനായി വരിക. ഈ ഫാക്ട്സ് നിങ്ങൾ ഒന്നറിഞ്ഞിരിക്കുക. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നെൽവയൽ നികത്താൻ അനുമതി കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഉടമസ്ഥന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നിലം നികത്തേണ്ടി വരുന്നു. അയാൾക്ക് വീടില്ല, അയാൾക്കൊരു വീടുണ്ടാക്കണം. വീടുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നിലം നികത്താം. പക്ഷെ അത് നേരിട്ടങ്ങ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് ജില്ലാതല സമിതിയുടെ അനുമതി വാങ്ങണം. അപ്പോൾ ജില്ലാതല സമിതിയുടെ അനുമതി വാങ്ങാൻ ഇവർ എന്താ ചെയ്യേണ്ടത്? കൃഷി ഓഫീസർക്ക് ഫോറം 1 അപേക്ഷ കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ നെൽവയൽ നികത്തി ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ഓഫീസർക്ക് ഫോറം 1 എന്ത് ചെയ്യണം? ഒരു അപേക്ഷ നൽകണം. ഇതാര് പരിശോധിക്കും? പ്രാദേശിക നിരീക്ഷണ സമിതി. നമ്മുടെ കൃഷി ഓഫീസർ കൺവീനറായിട്ടുള്ള, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ മേയറോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മേയറോ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ
അധ്യക്ഷനായ ആ കമ്മിറ്റി, പ്രാദേശിക തല കമ്മിറ്റി അത് പരിശോധിക്കും. എന്നിട്ട് പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് അവർ പരിശോധിച്ച് അവരുടെ റെക്കമെൻഡേഷൻ ആർക്ക് കൊടുക്കും? ജില്ലാതല സമിതിക്ക് നൽകും. ജില്ലാതല സമിതിയാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. ജില്ലാതല സമിതി തീരുമാനമെടുക്കും. ജില്ലാതല സമിതിയുടെ തീരുമാനത്തിനെതിരെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ജില്ലാ കളക്ടർക്ക് അപ്പീലും കൊടുക്കാം. ഇതാണ്. ഇനി ഇവിടെ അനുവദിക്കുന്ന ഭൂമിയുടെ അളവ് അറിയാമോ? നമുക്കൊരു വീട് വെക്കാൻ വേണ്ടി നിലം നികത്താനാണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ 5 സെന്റ് സ്ഥലം, 6ൽ പറഞ്ഞാൽ 2.026. 5 സെന്റ് സ്ഥലമാണെങ്കിൽ 2.026 മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയ. പഞ്ചായത്തിലാണെങ്കിൽ 10 സെന്റ്, അത് 4.046. ഇതാണ് ലഭിക്കുക. അപ്പോൾ ഉടമസ്ഥന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നിലം നികത്തുന്നതിനാണ്. പക്ഷേ വീട് നിർമ്മിക്കാനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നെൽവയൽ പരിവർത്തനം ചെയ്ത് മറ്റു ഭൂമിയാക്കി പരിവർത്തനം ചെയ്യണമെങ്കിൽ അവിടെ അപേക്ഷ കൊടുക്കേണ്ടത് പ്രാദേശിക സമിതിക്ക് തന്നെയാണ്. പക്ഷേ പ്രാദേശിക സമിതി നേരത്തെ അത് ജില്ലാ സമിതിക്കാണ് അയച്ചിരുന്നതെങ്കിൽ ഈ ആവശ്യം മറ്റാവശ്യങ്ങൾക്കായി നെൽവയൽ പരിവർത്തനം ചെയ്യുന്നതിനുള്ള അപേക്ഷ ആർക്കാണ് അവർ കൊടുക്കുക? സംസ്ഥാന തല സമിതിക്ക് കൊടുക്കും. നമ്മൾ പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് ഫോറം 2, നമുക്ക് ഫോറം 2ൽ അപേക്ഷ കൊടുക്കാം. മറ്റേത് ഫോറം 1 ആയിരുന്നു. പക്ഷേ അപേക്ഷ അവർ സംസ്ഥാനതല നിരീക്ഷണ സമിതിക്ക് നൽകുന്നു. ഫോറം 2ൽ സംസ്ഥാനതല നിരീക്ഷണ സമിതിയാണ് അതിൽ തീരുമാനമെടുക്കുക. ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ, കാര്യം വ്യക്തമല്ല. ഇതല്ല, ഇതിൻ്റെ അപ്പനായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കപ്പെട്ടാലും നമുക്ക് പറയാൻ പറ്റും. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുമെന്നേ നമ്മൾ പറഞ്ഞില്ലേ. നെൽവയലിനോട് അനുബന്ധിച്ചുള്ള അനുബന്ധ നിർമ്മിതികളാണ് ഈ പറഞ്ഞ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും, അത് ഉൾപ്പെടും. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ്. നമ്മൾ പറഞ്ഞില്ലേ, ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ്. പിന്നെ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് ജില്ലാ കളക്ടറാകാം, അല്ലെങ്കിൽ RDO ആകാം. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. അങ്ങനെ ഒരു രൂപീകരണ തീയതി ഞാൻ പറഞ്ഞോ? ഇല്ല. കാരണം അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാനോ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മേയറോ ഉണ്ടാകും. അവർക്കൊന്നും നമുക്ക് കാലാവധി പറയാൻ പറ്റില്ല. അവരിരിക്കുന്ന കാലാവധി അല്ലേ, അതായിരിക്കും. പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസറുടെയും കൃഷി ഓഫീസറുടെയും കാര്യം പറഞ്ഞു. അവരിപ്പോൾ 1 വർഷം കഴിയുമ്പോൾ അവർ ട്രാൻസ്ഫർ ആയി പോകും. അപ്പോൾ അവരിരിക്കുന്ന കാലാവധി അത്രയേ ഉള്ളൂ. പിന്നെ പക്ഷേ പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി നമ്മൾ പറഞ്ഞിരുന്നു. പ്രാദേശിക നിരീക്ഷണ സമിതിയിലെ എന്താണ്, കൃഷിക്കാരായ അംഗങ്ങളുണ്ട്. കൃഷിക്കാരായ അംഗങ്ങളുടെ കാലാവധി നമ്മൾ പറഞ്ഞിരുന്നു, അത് 5 വർഷമല്ല 3 വർഷമാണ്. അപ്പോൾ ഇതിവിടെ തെറ്റാണ് കേട്ടോ. അവിടെ ആ കർഷകരായ അംഗങ്ങൾക്ക് മാത്രമാണ് ആ ഒരു പീരീഡ് നിശ്ചയിച്ചിരിക്കുന്നത് 3 വർഷം, മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസർ ആയിരുന്നോടാ? അല്ലല്ലോ. അവിടെ ആരാ പറഞ്ഞത്? കൃഷി ഓഫീസറാണ് അല്ലേ. കൺവീനർ ആരാണ്? കൃഷി ഓഫീസർ. കൃഷി ഓഫീസർ ആണെന്നേ കൺവീനറായിട്ട് വരിക. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? 3, 4 എന്നിവ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏത് രീതിയിൽ പോയിന്റുകൾ വരട്ടെ, ഉത്തരം എഴുതിക്കൊള്ളണം, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം. ഒപ്പം കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പറ്റി ഈ പോയിന്റുകൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആക്ട് 28/2008 നമ്മളോട് ചോദിക്കും. ആക്ട് നമ്പർ 28/2008 അല്ലെങ്കിൽ 2008 28ാം നമ്പർ നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. കേരളത്തിൽ അവശേഷിക്കുന്ന നെൽവയലുകളും ജലാശയങ്ങളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന സതുദ്ദേശത്തോടെ കേരള നിയമസഭ 2008 പാസാക്കിയ ആക്ട് ഓർത്തിരിക്കണം. ഇത് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2008 ഓഗസ്റ്റ് 11. 2008 ഓഗസ്റ്റ് 11. പിന്നെ ഇത് ആരുടെ കാലത്താണെന്ന് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിനെതിരെ വളരെയധികം ഗർജിച്ച, വളരെയധികം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കേരള നിയമസഭ പാസ്സാക്കിയത്. ഇനി ഇതിന് കീഴിലൊരു കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയൊന്നും അല്ല കേട്ടോ, സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്.
നമ്മൾ ചിലപ്പോൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ മുഖ്യമന്ത്രിയുടെ പടവും ചെയർമാൻ എന്നൊക്കെ കാണും. കാരണം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ. പക്ഷേ നിയമപ്രകാരം ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഈ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്ന ഡേറ്റ് പലപ്പോഴും ചോദിക്കും കുഞ്ഞുങ്ങളെ. അത് 2015 മെയ് 25 2015 മെയ് 25. വർഷം നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015. പക്ഷെ അവിടെ ജനുവരി 1 കേട്ടോ, മെയ് 25. കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ കൂടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാ, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ. അതിൽ അഷ്ടമുടി കായലിൻ്റെ വിശേഷം തണ്ണീർത്തടങ്ങളുടെ കവാടം. വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം. ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇത് 3 മാത്രമാണ് റംസാർ സൈറ്റുകളായിട്ട് വരിക. ഇത് എന്നാണ് അംഗീകരിക്കപ്പെട്ടത്? റംസാർ സൈറ്റായിട്ട് അംഗീകരിക്കപ്പെട്ടത് 2002 നവംബറിൽ ചേർന്ന റംസാർ കൺവെൻഷനിലാണ് അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് എന്നിവയെ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളായി, തണ്ണീർത്തടങ്ങളായി അംഗീകരിച്ചത്. 2002 നവംബർ എന്നുള്ള വർഷം ഓർക്കണം. ഇത് 3 മാത്രമേ ഉള്ളൂ റംസാർ സൈറ്റുകൾ കേരളത്തിൽ. ഇത് 3 റംസാർ സൈറ്റുകളായിട്ട് അംഗീകരിക്കപ്പെട്ടത് 2002 എന്ന് മറക്കണ്ട. ഇനി ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 2024 സന്ദേശം കൂടെ ഓർക്കണം. വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്സ്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അപ്പൊ 2023 ഓർത്താലോ. ഇറ്റ് ഈസ് ടൈം ഫോർ വെറ്റ് ലാൻഡ്സ് റെസ്റ്റോറേഷൻ. ഇറ്റ് ഈസ് ടൈം ഫോർ വെറ്റ് ലാൻഡ്സ് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം, അത് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമായിരുന്നു കേരളം. നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ചോദ്യമാണ്. നമ്മുടെ തണ്ണീർത്തടങ്ങളോടനുബന്ധിച്ച് തന്നെ ജലത്തോടനുബന്ധിച്ച് വന്ന സാധനമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് എല്ലാവർക്കും അറിയാം. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. നമുക്കറിയാം, നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ ഭൂപരിഷ്കരണത്തെപ്പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് ചോദ്യം ചോദിച്ച അതേ മേഖലയിൽ നിന്നതാ വീണ്ടും ചോദ്യം. അതേ മേഖലയിൽ നിന്ന് തന്നെയുള്ളൊരു ചോദ്യം. എവിടെ ഇത് ചോദിച്ചിരിക്കുന്നത്? ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ലാബ് അറ്റൻഡർ എന്ന പരീക്ഷയുടേതാണ്. നമ്മുടെ കേരള ഭരണ സംവിധാനത്തിൽ വന്ന ചോദ്യങ്ങളാണ്. നോക്കൂ, കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണു പിള്ളയായിരുന്നു. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കാൻ നിയമത്തിൽ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ടുള്ളവർ കണ്ടെത്തിക്കോളൂ. പക്ഷേ ഇത് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളെ. നമുക്ക് എന്തായാലും ഇതിനോടനുബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവർക്കും വ്യക്തത ഉണ്ടാകും. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഊഹിച്ചെഴുതിയവർക്ക് അല്ലെങ്കിൽ കീ കണ്ടെഴുതിയവർക്ക് ഇത് എന്താണെന്ന കാര്യവും മനസ്സിലാകും. അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ പറ്റൂ. അല്ലാതെ ആൻസർ കീ കണ്ടിട്ട് നമ്മൾ അത് ശരിയാണെന്ന് കരുതരുത്. ചിലപ്പോൾ PSCയുടെ ആൻസർ കീ തെറ്റിയും പോകും കേട്ടോ. നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഈ രംഗത്ത് നമ്മൾ ആദ്യം കാണുന്ന നിയമം ഭൂപരിഷ്കരണ നിയമം എന്നുള്ള കാര്യം കാണുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ആ വീഡിയോ കണ്ടാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാൻ കഴിയും. കേരള കാർഷിക ബന്ധ ബിൽ 1957. 1957 കേരള കാർഷിക ബന്ധ ബില്ലിന്റെ പ്രത്യേകത എന്താ? കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമമെന്ന ഖ്യാതി കേരള കാർഷിക ബന്ധ ബിൽ 1957 ഇവിടെ ഞാൻ ബില്ലെന്ന് പറയാൻ കാരണം ഇത് നിയമമായില്ല. എന്തുകൊണ്ട് നിയമമായില്ല? പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. പ്രസിഡന്റ് എന്ത് ചെയ്തില്ല? ഒപ്പുവെച്ചില്ല. അതുകൊണ്ട് അത് നിയമമായില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരള നിയമസഭ പാസാക്കിയ ആദ്യത്തെ, കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഭൂപരിഷ്കരണ ബില്ലെന്ന് പറയുന്ന 1957 കേരള കാർഷിക ബന്ധ ബില്ലാണ്. EMS ആയിരുന്നു മുഖ്യമന്ത്രി, KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ മന്ത്രി. അപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത്, ഇങ്ങനെയൊരു സംരംഭം അവർ തുടങ്ങി വെച്ചില്ലേ, തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ EMSഉം KR ഗൗരിയമ്മയും എന്ന് വ്യക്തമായിട്ട് ഓർക്കുക. മുഖ്യമന്ത്രിയുടെ പേരാണ് പറയുന്നത്, EMS പറയും, അല്ലെങ്കിൽ KR ഗൗരിയമ്മ പറയും. പക്ഷേ ഇത് നിയമമായില്ല കുഞ്ഞുങ്ങളെ.
പിന്നെ നമുക്കറിയാം EMS മന്ത്രിസഭ നിലംപതിക്കുകയും തുടർന്ന് ആരാണ് വന്നത്? പട്ടമേ താണുപിള്ളയുടെ നേതൃത്വത്തിൽ PSP നേതാവായ പട്ടമേ താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വരികയും ചെയ്തപ്പോൾ ഈ കേരള കാർഷിക ബന്ധ ബിൽ പ്രസിഡന്റ് തിരിച്ചയച്ചിരുന്നു. അവരത് ഭേദഗതി ചെയ്തിട്ട് 1960 കേരള കാർഷിക ബന്ധ നിയമം എന്ന പേരിൽ അവർ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കുകയും നിയമസഭ പാസ്സാക്കുകയും അത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ അത് നിയമമായി. കേരളത്തിൽ നിയമമായി തീർന്ന ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? കേരള കാർഷിക ബന്ധ നിയമം 1960. ഇത് നിയമമായില്ല, ഇത് ബില്ല് മാത്രമായിരുന്നു, പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. എന്നാൽ ഇത് നടപ്പാക്കാൻ കഴിഞ്ഞോ? നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ് കുഞ്ഞുങ്ങളെ? കോടതിയുടെ ഇടപെടൽ. കോടതി തടഞ്ഞു, നടപ്പാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്ന ആർ ശങ്കറിന്റെ കാലത്ത് വന്ന 1963 കേരള ഭൂപരിഷ്കരണ നിയമമാണ് ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂപരിഷ്കരണ നിയമം. 1963 കേരള ഭൂപരിഷ്കരണ നിയമം. ഇതിൻ്റെ നമ്പർ കൂടി ഓർക്കണം. ആക്ട് നമ്പർ 1 ഓഫ് 1964. ആക്ട് നമ്പർ 1 ഓഫ് 1964. ആർ ശങ്കർ ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. PT ചാക്കോ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പിന് ചുമതലയുള്ള മന്ത്രിയുമായിരുന്നു. അതുപോലെ തന്നെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ കേരള ഭൂപരിഷ്കരണ നിയമം ഏതെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഇന്ന് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിന് ആധാരമായ മാതൃ നിയമം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. പക്ഷേ ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ ഈ നിയമത്തെ ക്യാൻസൽ ചെയ്തു. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കെ ഉള്ള 1960 നിയമം ക്യാൻസൽ ചെയ്തു. ഇത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം പ്രസിഡന്റ് ഒപ്പുവയ്ക്കാത്തതുകൊണ്ട് നിയമമായില്ല. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാത്രം കിടക്കുകയാണ്. നിയമമാകാത്തവരണം ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിനെ തുടർന്ന് നമുക്കറിയാം ഈ നിയമവും 1963 നിയമവും പിന്നെ നമ്മൾ പറഞ്ഞു ഭരണഘടന 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു. പക്ഷെ അത് നടപ്പാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആർ ശങ്കർ പുറത്തായി. അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കി. പിന്നെ നമുക്കറിയാം നമ്മുടെ ചരിത്രമെന്ന് പറയുന്നത് അടുത്തതായി നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. പിന്നെ 67 വരെ പ്രസിഡന്റ് ഭരണത്തിലായിരുന്നു. 67 EMS വന്നു. പക്ഷേ EMS 63 ശങ്കർ മന്ത്രിസഭയുടെ നിയമം അതേപടി നടപ്പാക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു ഭേദഗതിക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ 1969 കേരള ഭൂപരിഷ്കരണ ഭേദഗതി ആക്ട് നമ്പർ 35 ഓഫ് 69 നിയമസഭ പാസാക്കി. അന്ന് EMS ആണ് മുഖ്യമന്ത്രി, KR ഗൗരിയമ്മയാണ് റവന്യൂ വകുപ്പ് മന്ത്രി. പക്ഷേ ഈ നിയമം പ്രസിഡന്റ് അയച്ചു. പ്രസിഡന്റ് ഒപ്പുവെച്ച് വരുന്നതിന് മുമ്പ് തന്നെ EMS മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് വന്ന അച്യുതമേനോൻ 1970 ജനുവരി 1 ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി. ഈ ഒരു ചരിത്രം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതാണ് ഇതിലെ സംഭവം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ അതിൽ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മറ്റൊരു പോയിന്റാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് ചോദിച്ചത്. കുടിയായ്മ സ്ഥിരത നൽകൽ ഒരു സവിശേഷത, കുടികിടപ്പ് സ്ഥിരത നൽകൽ അത് മറ്റൊരു സവിശേഷത, ഭൂപരിധി നിർണ്ണയിക്കൽ അത് മറ്റൊരു സവിശേഷത, മിച്ചഭൂമി വിതരണം ചെയ്യൽ. ഈ 4 കാര്യങ്ങളാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളായി എടുത്ത് കാണിക്കുന്നത്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള ഭൂപരിധി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂമി 7.5 ഏക്കറാണ്. അത് കൂടുതലുണ്ടെങ്കിൽ സർക്കാർ പിടിച്ചെടുക്കും കേട്ടോ. 7.5 ഏക്കറിൽ കൂടുതൽ ഭൂമി വാങ്ങിച്ചിടരുത്, സർക്കാർ കൊണ്ടുപോകും. ഇനി ഒരു കുടുംബത്തിൻ്റെതാണ് എടുക്കുന്നതെങ്കിൽ 2 or 5 അംഗങ്ങളുള്ള കുടുംബത്തിന് 15 ഏക്കർ വരെ കൈവശം വയ്ക്കാം. ഒരു കുടുംബമായിട്ട് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കുടുംബത്തിന് അത് 2 or 5 അംഗങ്ങളുള്ള 2 മുതൽ 5 വരെ അംഗങ്ങളുള്ള കുടുംബത്തിന് 15 ഏക്കർ. ഇനി 5ൽ കൂടുതൽ അംഗങ്ങളാണെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വയ്ക്കാം. ഈ ഭൂപരിധിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നേ. അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയായിരുന്നോ? കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിലൊരു നിയമം, അതാണല്ലോ ഇന്നും നിലനിൽക്കുന്ന നിയമം. അത് 1963 പാസാക്കിയത്. ആർ ശങ്കർ അല്ലേ മുഖ്യമന്ത്രി? അപ്പോൾ ഇത് തെറ്റാണ്. കേരള നിയമസഭ പാസാക്കുകയും പ്രസിഡന്റ് ഒപ്പുകയും ചെയ്ത ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഗണത്തിൽപ്പെടാവുന്ന നിയമമാണ് പട്ടം താണുപിള്ളയുടെ കാലത്തുണ്ടായ 1960 കാർഷിക ബന്ധ ബിൽ. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്കിവിടെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആർ ശങ്കർ എന്നാണ് പറയേണ്ടത്. ഇനി അതിന് തുടക്കം കുറിച്ചയാൾ, ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചയാൾ എന്നുള്ളത് നമ്മൾ ആരെയാണ് പറയേണ്ടത്? EMSനെയാണ് പറയേണ്ടത്.
ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലെന്ന് ചോദിച്ചാൽ 1957 കേരള കാർഷിക ബന്ധ ബില്ലാണ് പറയേണ്ടത്. എന്നാൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും നിയമസഭ പാസാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്ത ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയുടെ കാലത്തെ 1960 കാർഷിക ബന്ധ ബില്ലാണെന്ന് അതുകൊണ്ട് പറയുക. എന്നാൽ നിയമസഭ പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചു 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നടപ്പാക്കി വരുന്ന നമ്മളുടെ ഭൂപരിഷ്കരണ നിയമം ഏതെന്ന് ചോദിച്ചാൽ 1963 കേരള ഭൂപരിഷ്കരണ നിയമമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. മനസ്സിലായോ? അതിൽ ഉടമസ്ഥതയിൽ പഴുത് നിശ്ചയിക്കൽ, മിച്ചഭൂമി നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 തെറ്റാണെന്നേ 2 ശരിയാണെന്നേ. അപ്പോൾ ഉത്തരം വ്യക്തമായി. അതല്ല, ഇനി ടെസ്റ്റ് ചെയ്ത് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ എഴുതുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ് വ്യക്തതയോടുകൂടി ഒന്ന് കാണുക. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ ക്ലാസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കറിയാം, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ചോദിച്ചത് ഞാൻ അന്ന് ചർച്ച ചെയ്തതാണ്. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവാ? കേരളത്തിൽ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS ആണ്. ശരിയാണ്, തുടക്കം കുറിച്ച് അദ്ദേഹം നിയമം ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, തുടക്കം കുറിച്ചു. അന്ന് CH നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ നിയമിച്ചു. അദ്ദേഹം കാർഷിക ബന്ധ ബില്ലിൻ്റെ നക്കലുണ്ടാക്കി, അത് നിയമസഭയിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി വിട്ടു. പക്ഷേ പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. എങ്കിലും അദ്ദേഹമാണല്ലോ നിയമത്തിന് തുടക്കം കുറിച്ചത്. അത് കറക്റ്റ് പറയാം. 1957 കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അത് നമ്മുടെ ആക്ട് നമ്പർ 1 ഓഫ് 1957 എന്നറിയപ്പെടുന്നതാണ് കേട്ടോ. നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള നിയമസഭ പാസ്സാക്കിയ ആക്ടാണ് 1957 കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. എന്നാൽ അതിന് നമുക്കൊരു സമഗ്ര ഭൂപരിഷ്കരണ നിയമമൊന്നും പറയാൻ പറ്റില്ല. അതെന്താണ്? കുടിയൊഴിപ്പിക്കൽ ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി വന്ന നിയമമാണ്. അതായത് കുടിയൊഴിപ്പിക്കാൻ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു. അപ്പോൾ അതും ശരിയല്ലേ? ഇനി അടുത്തത് നോക്കടാ. കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസ്സാക്കി എന്നാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത് കേരള കാർഷിക ഭൂപരിഷ്കരണ നിയമമെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. അവിടെ ബില്ലെന്നേ പറയാവൂ. അവിടെ എന്താണ് പറയേണ്ടത്? ബില്ലെന്നാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ബില്ലെന്നാണ് പറയേണ്ടത്. 1959 ജൂൺ 10 EMS മന്ത്രിസഭയുടെ കാലത്ത് അത് പാസ്സാക്കിയിരുന്നു. പക്ഷേ തൊട്ടടുത്ത അന്ന് തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മന്ത്രിസഭ നിലംപതിച്ചു. ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചോ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും ആദ്യത്തെ ഭൂപരിഷ്കരണ ബില്ലെന്നറിയപ്പെടുന്ന ഞാൻ പറഞ്ഞു, ഇതാരെങ്കിലും ഓബ്ജക്റ്റ് ചെയ്താൽ ഈ കാര്യം നിങ്ങൾ നിയമം എന്ന് പറഞ്ഞ എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ റദ്ദ് ചെയ്യേണ്ടി വരും, ഓപ്ഷൻ ഇല്ലാതെ വരും കേട്ടോ. പിന്നെ കേരളത്തിലെ സമ്പന്ന വിഭാഗങ്ങളുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്ന് പറയുന്നത്. കള്ളിക്കാട് സമരം ഭൂസ്വത്ത് സംരക്ഷിക്കാനായിട്ട് ജന്മിമാർ നടത്തിയ സമരമല്ല. നമ്മുടെ ആലപ്പുഴയിലെ ആറാട്ടുപുഴ വില്ലേജിൽ കള്ളിക്കാട് നടന്ന സമരം അത് മിച്ചഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് കേട്ടോ, കള്ളിക്കാട് സമരം. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ തെറ്റ് എന്ന PSC പ്രൊവിഷണൽ ആൻസർ കീ കൊടുത്തത്. പക്ഷേ ഇത് നമുക്ക് ഭാഗികമായി ശരിയാണെന്ന് പറയാം. പക്ഷേ അവിടെ നിയമം 1959 ജൂൺ 19 പാസ്സാക്കിയെന്ന് പറഞ്ഞതിലൊരു തെറ്റുണ്ട്. ബില്ലെന്ന് ഒരു അച്ചടിപ്പിച്ച കൊണ്ട് അതിൽ ബിൽ 1959 ജൂൺ 10 കേരള നിയമസഭ നിർമ്മാണസഭ പാസ്സാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാലല്ലേ നിയമമാകും. അതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് PSC ആൻസർ കീ പ്രകാരം ഇതാണ് ഉത്തരം വരുന്നത്. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞല്ലേ. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അവിടെ പരാമർശിച്ച് അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇനി വളരെ പ്രധാനമായിട്ട് പ്രാധാന്യത്തോട് ചോദിക്കുക. ആക്ട് നമ്പർ 1 ഓഫ് 1957 ഭൂപരിഷ്കരണ നിയമത്തിന്റെ മുന്നോടിയായി നടപ്പാക്കിയ നിയമം, കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമം. EMSഉം KR ഗൗരിയമ്മയും. EMS മുഖ്യമന്ത്രിയായിരിക്കെ KR ഗൗരിയമ്മയാണ് ഈ നിയമം അവതരിപ്പിച്ചത് കേട്ടോ, ഓർക്കണം. കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ച തീയതി 2020 ജനുവരിയാണെന്ന് നിങ്ങൾ അറിയുക. പണ്ടാരപ്പാട്ട വിളംബരം നമ്മുടെ തിരുവിതാംകൂർ നടന്ന ഭൂപരിഷ്കരണം ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെങ്കിലും വീണ്ടും ഞാൻ എടുത്തിട്ടത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ്. 1865 അല്ലേ ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന നിയമം 1865 ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം. സർക്കാർ വക ഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം നൽകിയത്. പിന്നെ നമ്മുടെ ആയില്യം തിരുനാൾ തന്നെ 1867 വേറൊരു വിളംബരം പുറപ്പെടുവിച്ചല്ലോ, കാണപ്പാട്ട വിളംബരം അല്ലെങ്കിൽ ജന്മി കുടിയാൻ വിളംബരം. അവിടെ എന്താ ചെയ്തത്? ജന്മിമാരുടെ ഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം നൽകി. ഈ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആരും മറന്നു പോകരുത്. കേരള ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് എന്നുള്ള രീതിയിൽ ഇത് പ്രാമുഖ്യമുള്ള കേസാണ്.
ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ പ്രാധാന്യമുള്ളൊരു കേസായിരുന്നു ഇത്. കേരള ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസാണ് കേശവാനന്ദ ഭാരതി സ്റ്റേറ്റ് ഓഫ് കേരള. ഇതാ ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയുള്ള ഒരു മനോഹരമായ ചോദ്യം അറ്റൻഡറിൽ ചോദിച്ചു. ഭരണഘടന അനുച്ഛേദമാണ് കേട്ടോ. ഭരണഘടന അനിശ്ചിതത്വമായി പോയതാണേ. ഭരണഘടന അനുച്ഛേദവും അനുബന്ധ കമ്മീഷനുകളും കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നേ. 315(1) പ്രകാരം രൂപീകരിക്കപ്പെടുന്നതല്ലേ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. 243 എന്ന് പറഞ്ഞാൽ എന്താടേ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 243 എന്ന് പറഞ്ഞാൽ എന്താണെന്നേ? 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇവിടെ കിടപ്പുണ്ട് അല്ലേ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 338 എന്ന് പറയുന്നത് എന്താണെന്നേ? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇത് മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ കേരള ഭരണ സംവിധാനം പഠിക്കുമ്പോൾ ഈ ആർട്ടിക്കിളുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച് പോകുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ അവിടെ നമുക്കറിയാം ഡി ആണ് ഉത്തരമെന്ന് കാണാം. നമുക്ക് കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഞാൻ ഇതൊന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ഈ പരീക്ഷയല്ലല്ലോ, അടുത്ത പരീക്ഷയാണ് ശ്രദ്ധിക്കേണ്ടത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1/11/1956 ആർട്ടിക്കിൾ 315(1) പ്രകാരം രൂപീകൃതമായി. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ MR വൈജു ആണ്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ പ്രീതി സുധനാണ്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 1993 ഡിസംബർ 3 കണ്ടോ? 1993 ഡിസംബർ 3 എപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യം. 243K അല്ലേ? പിന്നെ 243 വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാനാണ്. പിന്നെ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള 243 3 എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ എന്തായി? 324. ഇപ്പോൾ രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വർക്ക് ചെയ്യുന്നത്. ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 1993 ഡിസംബർ 3 അല്ലേ? അതിൻ്റെ അടുത്ത വർഷം 1994 ഏപ്രിൽ 23 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 243 243 ആർട്ടിക്കിളുകൾ. SM വിജയാനന്ദാണ് ഇപ്പോഴത്തെ നമ്മളുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷണറായിട്ട് വരുന്നത് അല്ലേ? SFC 6ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ഇനി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ പറഞ്ഞാൽ ആർട്ടിക്കിൾ 280 ഇപ്പോൾ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗിരിയ. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാനായിരുന്ന ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. ആർട്ടിക്കിൾ 280 പ്രകാരം അവിടെ ഒരു മലയാളി വനിത. ഇപ്പോഴുള്ള 16ാം കമ്മീഷനാണിപ്പോൾ കേന്ദ്രത്തിൽ. ആ 16ാം കമ്മീഷനിൽ വനിതാ അംഗമുണ്ട്, ആനി ജോർജ് മാത്യു. ഇനി വരുന്ന പരീക്ഷകളിൽ വളരെ പ്രാധാന്യത്തോടെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർക്കുക. ഇതിൽ അംഗമായ മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു. പിന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 165. K ഗോപാലകൃഷ്ണക്കുറുപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. പിന്നെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 76 പ്രകാരമാണ് നിയമിക്കപ്പെടുന്നത്. ഇപ്പോൾ വെങ്കടരമണിയാണ്. പിന്നെ ജില്ലാ ആസൂത്രണ സമിതിയുണ്ട്. 243 ZD ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ. അത് മിക്കവാറും ചോദിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർത്തിരിക്കണം. ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം പദ്ധതികളിലേക്ക് വരികയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഞാൻ ഈ പദ്ധതികളെ ഒക്കെ തന്നെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അതായത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ, അതുപോലെ പിന്നെ സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ, അതുപോലെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ ഒക്കെ വരുന്ന പദ്ധതികളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് വനിതകൾ, മുതിർന്നവർ, കുട്ടികൾ,
ദുർബല ജനവിഭാഗങ്ങൾ, പ്രതിരോധ വിഭാഗത്തിൽപ്പെട്ടവർ, ഇങ്ങനെ സാമൂഹ്യ പ്രതിരോധത്തിൽ ഉൾപ്പെടുന്നവർ ഇങ്ങനെ വിഭജിച്ചുകൊണ്ടൊരു ക്ലാസ് ചെയ്തിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ക്ലാസ് ഞാൻ സോർട്ട് ചെയ്ത ഈ കാര്യങ്ങൾ എല്ലാ പദ്ധതികളും പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ പദ്ധതികളിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഈ പദ്ധതികളെല്ലാം അഭയകിരണവും മംഗല്യയും ആശ്വാസനിധിയും സഹായഹസ്തവും എല്ലാം വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റേത് തന്നെ കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കണം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതികൾ. ഇത് കൂടാതെ ചില പദ്ധതിയുണ്ട്. കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതിയും അവരുടേതാണ്, സഹായഹസ്തം അവരുടേതാണ്, ആശ്വാസനിധി അവരുടേതാണ്, അഭയകിരണം അവരുടേതാണ്, മംഗല്യ, എൻ്റെ കൂടെ, ഈ പദ്ധതികളൊക്കെ അവരുടേതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായൊരു ക്ലാസ്, ഒരു യൂട്യൂബ് ക്ലാസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. കാരണം അതും കണ്ടു കഴിഞ്ഞാൽ പദ്ധതികൾ നിങ്ങൾക്ക് മിസ്സാവില്ല. ചോദ്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ഇപ്പോൾ ചോദിക്കുക. അല്ലാതെ കുറേ പദ്ധതികൾ ബൾക്കായിട്ട് പഠിച്ചു വെച്ചിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ പദ്ധതിയാണ്, എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അത് ശ്രദ്ധിക്കുക. ക്ലാസ് നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? എംപ്ലോയ്മെന്റ് വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നവജീവൻ. പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കുന്നില്ല. പ്രായപരിധിയൊക്കെ കഴിഞ്ഞു പോയി, ജോലി ലഭിക്കുന്നില്ല. അവർക്ക് ഒരു സ്വയം തൊഴിൽ, അവർക്ക് തൊഴിൽ കൊടുക്കുകയല്ല, സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് നവജീവൻ. പിന്നെ ഈ വയോരക്ഷയൊക്കെ നമുക്കറിയാം. വൃദ്ധജനങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ പരിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് വയോരക്ഷ. പിന്നെ മന്ദഹാസം, അവരുടെ കൃത്രിമ പല്ല് സെറ്റ് മാറ്റിവെക്കുന്നതിനുള്ളതാണ്. പിന്നെ ഈ സ്വയംപ്രഭ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിദ്യാഭ്യാസ സംബന്ധമായ പദ്ധതിയാണ് സ്വയംപ്രഭ. നമുക്കറിയാം. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ധാരാളം പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ ഈ സ്വയംപ്രഭ പദ്ധതി പ്രകാരം എന്ത് ചെയ്യുന്നു, ഡിജിറ്റലായിട്ട് TV-യിലൂടെ എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് സ്വയംപ്രഭ. അപ്പോൾ നമുക്കിവിടെ നവജീവനാണ് ഉത്തരമെന്ന് കണ്ടെത്താൻ കഴിയും. നവജീവൻ പദ്ധതി എന്താണെന്നൊന്ന് നോക്കുക. മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിൻ്റെ അർഹത ചോദിച്ചാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടാവണം. പ്രായപരിധി 50-നും 65-നും മധ്യേ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാമല്ലോ. നവജീവൻ പദ്ധതിയുടെ പ്രായപരിധി 50-നും 65-നും മധ്യേ ഉള്ളവർക്കാണ് ഇതിൻ്റെ പരിഗണന ലഭിക്കുക. അവിടെ വ്യക്തിഗത വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇവിടെ വായ്പ കൊടുക്കുകയാണ്. 50,000 രൂപ വരെയാണ് വായ്പ കൊടുക്കുക. അതിൽ 25% സബ്സിഡി തിരിച്ചടയ്ക്കേണ്ട. 50% വായ്പ കൊടുക്കും. അതിൽ 25%, അതായത് 12,500 രൂപയല്ലേ വരിക. 25%, 12,500 രൂപ തിരിച്ചടയ്ക്കേണ്ട. ബാക്കി തുക തിരിച്ചടച്ചാൽ മതി. ഇതാണ് ഈ നവജീവൻ പദ്ധതി എന്നറിയപ്പെടുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത്. പിന്നെ നമ്മൾ കൈവല്യ എന്ന് പറയുന്നൊരു പദ്ധതി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നടപ്പാക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ഒരു തൊഴിൽ പുനരധിവാസ പരിപാടിയാണ്, പദ്ധതിയാണ് ഈ പറഞ്ഞ കൈവല്യ കേട്ടോ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ഒരു തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് എന്ത്, കൈവല്യ. ഈ കൈവല്യ പദ്ധതി ആരംഭിച്ചതെന്താണെന്ന് ചോദിച്ചാൽ 2016-ലാണ്. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളാണ് ഉൾപ്പെടുക. അതായത് വൊക്കേഷണൽ, കരിയർ ഗൈഡൻസ്, കപ്പാസിറ്റി ബിൽഡിങ്, മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലഭ്യമാക്കുന്നത്. പിന്നെ ഇവിടെ പലിശരഹിത വായ്പ നൽകാറുണ്ട്. പിന്നെ പ്രായപരിധി 21-നും 55-നും മധ്യേയാണ് കേട്ടോ. ഇതൊന്ന് കൈവല്യ എന്നുള്ള പദ്ധതി എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അവർ അത് നേരത്തെയുള്ള പദ്ധതി മാറ്റി കൈവല്യ ചോദിച്ചാലും നമുക്ക് മറുപടി പറയണം. പിന്നെ അവർക്ക് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ സ്ത്രീകൾക്ക് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അവിടെ ആരൊക്കെയാണ് ഉപഭോക്താക്കളെന്ന് ചോദിച്ചാൽ വിധവകൾ, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്പിൻസ്റ്റർമാർ, പിന്നെ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യ എന്നിവർക്കാണ് ഈ ശരണ്യ പദ്ധതിയുടെ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഇവിടെയും എന്താണ്, അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 50,000 രൂപ വായ്പ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈവല്യവും ശരണ്യവും നവജീവനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സ്വയം എന്ന പദ്ധതി നമുക്കറിയാം. കൊല്ലം, കണ്ണൂർ ജില്ലാ പരീക്ഷ നമ്മളെ നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞു. നമ്മളവിടെ നോക്കി, കേരള ഭരണ സംവിധാനത്തിൻ്റെ ആ സിലബസിൽ പറയുന്ന ഒരൊറ്റ ചോദ്യം പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നെ മഷീട്ട് നോക്കിയാൽ കാണാവുന്നൊരു ചോദ്യമായിരുന്നു സ്വയം. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. സ്റ്റഡി വെബ്സ് ഓഫ്, സ്വയം എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് ശ്രദ്ധിക്കൂ. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം.
ചോദിക്കാം. സ്വയം പദ്ധതി, അതിൻ്റെ സ്വയം എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ഇ ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇതിൽ തന്നെ സ്വയം പദ്ധതി എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് നമുക്കറിയാം. രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വയം. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിറൻസ്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം 2017 ജൂലൈ 9 ആരംഭിച്ച ഓൺലൈൻ കോഴ്സുകൾക്കായി ആരംഭിച്ച സംയോജിത വിദ്യാഭ്യാസ പോർട്ടലാണ്. ഈ സംയോജിത വിദ്യാഭ്യാസ പോർട്ടലിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭ്യമാക്കുകയാണ് സ്വയം എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിലൂടെ. എല്ലാ ഉന്നത വിദ്യാഭ്യാസ വിഷയങ്ങളും നൈപുണ്യ മേഖലയിലെ കോഴ്സുകളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഈ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ജനറൽ നോളജ് എന്നതിനുപരി നിങ്ങളുടെ നിത്യജീവിതത്തിലും ഇത് പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് എന്നൊരു ചോദ്യം നമ്മുടെ ഇതിൽ വന്നിരുന്നു. ഇതിനെ കേരള ഭരണ സംവിധാനമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഹരിച്ചു ഗുണിച്ചൊക്കെ വരുമ്പോൾ ഇത് കേരള ഭരണ സംവിധാനമാണ്, ഒരു പദ്ധതിയാണല്ലോ എന്നും പറഞ്ഞെടുക്കാം. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയുള്ളൊരു പോർട്ടലാണ്, ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്ന പോർട്ടലാണ്, ഓർക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് സ്വയംപ്രഭ. ഇനി നേരത്തെ സ്വയം ചോദിച്ചു, ഇനി സ്വയംപ്രഭ ചോദിച്ചാലോ? മറ്റേത് ഓൺലൈൻ പോർട്ടലായിരുന്നല്ലോ, പക്ഷേ ഇത് നമുക്ക് തരുന്നത് ചാനലുകളാണ്, DTH ചാനലുകളാണ്, DTH ചാനലുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ ഒരു സംരംഭമാണ്. അത് രാജ്യത്തുടനീളം 32 ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ ചാനലുകളിലൂടെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകൾ DTH വഴി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത്? സ്വയംപ്രഭ. മനസ്സിലായോ? സ്വയംപ്രഭ പദ്ധതി, അതോർക്കുക. സ്വയംപ്രഭ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ സംരംഭമാണിത്. രാജ്യത്തുടനീളം 32 ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ ചാനലുകളിലൂടെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകൾ DTH വഴി ലഭ്യമാക്കുന്നു സ്വയംപ്രഭ. DTH ചാനലുകൾ പ്രോഗ്രാം ടെലികാസ്റ്റുകൾക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹം, ഏത് ഉപഗ്രഹത്തിൻ്റെ സേവനമാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ GSAT-15 എന്ന ഉപഗ്രഹത്തിൻ്റെ സേവനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം TV പ്രക്ഷേപണമാണ്, സംപ്രേഷണമാണ്. അതേസമയം സ്വയം എന്ന് പറയുന്നത് ഓൺലൈൻ പോർട്ടലാണ്, ഓൺലൈൻ പഠനത്തിനുള്ളതാണ്. ആ വ്യത്യാസം ഓർക്കുക, സ്വയവും സ്വയംപ്രഭയും. കേരളത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പേര് രജിസ്റ്റർ ചെയ്ത് ജോലി ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവനാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ 3 ചോദ്യങ്ങളിലൂടെ കടന്നുപോയിരിക്കുകയാണ്. കാരണം 3 ഘട്ടം, ആകെ 2 ഘട്ട പരീക്ഷ നടന്നു പോയിട്ടുള്ളൂ. പക്ഷേ 4 ചോദ്യം, 3 അല്ലല്ലോ, 4 ചോദ്യ പേപ്പറുകൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് ട്രിവാൻഡ്രത്തിൻ്റെ പരീക്ഷ, കൊല്ലം കണ്ണൂർ ഞാൻ പറഞ്ഞു നമ്മുടെ കേരള ഭരണ സംവിധാനം നിരാശാജനകമായിരുന്നു. പക്ഷേ അത് കൂടാതെ വന്ന പരീക്ഷകൾ LDC ഖാദി, അതിൽ നമുക്ക് 5 മാർക്കിന് ചോദിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ വന്ന അറ്റൻഡർ അല്ലേ, ലാബ് അറ്റൻഡർ, അതിലും നല്ല രീതിയിൽ 7 മാർക്കോളം ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ വന്ന മേഖലകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, കഴിഞ്ഞ 2 മേഖലകളിൽ തണ്ണീർത്തടം ചോദിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം തണ്ണീർത്തടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ തണ്ണീർത്തടം കഴിഞ്ഞ പ്രാവശ്യവും സമഗ്രമായി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ തന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ ഞാനിത് സംബന്ധമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസം ഇവിടെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നിങ്ങളതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാരണം പല കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കേരള ഭരണ സംവിധാനത്തിലുള്ള വിഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് ശരിയായി ഉത്തരം എഴുതാൻ കഴിയും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ പല ക്വസ്റ്റ്യനും അവർ എന്ത് ചെയ്യുന്നു, ഒരു വളരെ ടാക്റ്റിക്കലായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ ഓപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. നമ്മൾ പ്രത്യക്ഷം നോക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ ഓപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ തരിക. അപ്പോൾ ചിന്തിച്ച് സമാധാനത്തോടെ ഉത്തരം എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ മുൻപന്തിയിലേക്ക് കടന്നു വരുന്നത്. അല്ലാതെ കഷ്ടപ്പെട്ട് വളരെയധികം ഇങ്ങനെ തലകുത്തി നിന്ന് പഠിക്കുന്നവരല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷാ ഹാളിൽ ആത്മസംയമനത്തോടെ വളരെ സമാധാനത്തോടു കൂടി ഒരു മനസ്സോടുകൂടി നിങ്ങളിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു 10 മിനിറ്റ് ഈ നമ്മളുടെ
പിന്നെ യോഗയിൽ നമ്മൾ പ്രാണായാമം പറയും, അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മനസ്സ് ശാന്തമാകട്ടെ. അതുപോലെ പരീക്ഷാ ഹാളിൽ ശ്രദ്ധിച്ച് തന്നെ രജിസ്റ്റർ നമ്പർ എഴുതുക, അത് ബബിൾ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയണം, നിങ്ങൾക്ക് ജോലി ലഭിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.